لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അൽ മുഅ്മിൻ ലിൽ മുഅ്മിൻ കൽ ബുനിയാൻ യശുദ്ദു ബഅദഹു ബഅദ വശബ്ബക ബൈന അസാബിഇഹി മുത്തഫഖൻ അലൈഹി. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനുമായുള്ള ഉദാഹരണം ഒരു കെട്ടിടത്തെ പോലെ. പരസ്പരം ആ കെട്ടിടം പരസ്പരം എന്ത് ചെയ്യുന്നു? ശക്തിപ്പെടുത്തുന്നു. ആ കെട്ടിടത്തിന് ഉപയോഗിച്ചിട്ടുള്ള കല്ലുകളും അല്ലെങ്കിൽ എന്താണോ അതിനു വേണ്ടി ഉപയോഗിച്ചത് അവ പരസ്പരം ചേർന്ന് നിന്ന് ആ കെട്ടിടത്തെ ബലവത്താക്കുന്നു, കെട്ടുറപ്പുള്ളതാക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ തമ്മിൽ കോർത്ത് ഇങ്ങനെ കാണിച്ചു. ഇവിടെ മുഅ്മിനുകൾക്കിടയിലുള്ള ബന്ധം, സത്യവിശ്വാസികൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന എന്തെല്ലാമാണോ വിശ്വസിക്കേണ്ടത് അതിലെല്ലാം വിശ്വസിക്കുന്ന മുഅ്മിനുകളായിട്ടുള്ള ആളുകൾക്കിടയിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ മഹത്തായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഹാജിറിനും ഒരു അൻസാറിനും ഇടയിൽ സഹോദര്യ ബന്ധമുണ്ടാക്കുകയാണ്. ഹിജ്റ ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ മദീനയിലേക്ക് പോയ ഒരു സ്വഹാബിയും അവരെ സ്വീകരിച്ച മദീനയിൽ നിന്നുള്ള അൻസാറുകളായിട്ടുള്ള ഒരു സ്വഹാബിയും തമ്മിൽ, അങ്ങനെ ഓരോരുത്തരെയും ഒരു മുഹാജിറിന് ഒരു അൻസാർ, ഒരു മുഹാജിറിന് ഒരു അൻസാർ എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരെ സൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കിടയിൽ സാഹോദര്യം സ്ഥാപിക്കുകയാണ്. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് സഹോദരനായി ലഭിച്ചത് റബീഅ ഇബ്നു കഅബ് എന്ന പേരുള്ള റളിയല്ലാഹു അൻഹു അൻസാരി സഹാബിയാണ്. നമുക്കറിയുന്നത് പോലെ അദ്ദേഹം റബീഅ ഇബ്നു കഅബ് അദ്ദേഹത്തെ വിളിപ്പിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അൻസാറുകളിൽ ഏറ്റവും സമ്പന്നനാണ് ഞാൻ, അൽഹംദുലില്ലാഹ്. എനിക്ക് ആണ് ഏറ്റവും സമ്പന്നതയുള്ളത്. ഈ സമ്പത്തിന്റെ പകുതി ഞാൻ നിനക്ക് നൽകാം. എനിക്ക് 2 ഭാര്യമാരുണ്ട്. അവരിൽ ആരെയാണ് നിനക്ക് ഇഷ്ടമുള്ളത് എന്ന് നോക്കുക. അവളെ ഞാൻ നിനക്ക് വേണ്ടി ത്വലാഖ് ചെയ്തു തരാം. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് എനിക്ക് ആവശ്യമില്ല. ഇവിടുത്തെ അങ്ങാടി ഏതാണെന്ന് നിങ്ങൾ കാണിച്ചു തരിക. അങ്ങനെ ബനൂ ഖൈനുഖാ അങ്ങാടി അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു. അവിടെ ചെന്ന് വെണ്ണയും നെയ്യും കച്ചവടം ചെയ്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായി വളരുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മുട്ടിൽ ഇഴഞ്ഞാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുട്ടിൽ ഇഴഞ്ഞ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. ഈ 10 പേരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്നതുകൂടി പ്രത്യേകം നമ്മൾ ഓർക്കണം. അശ്റത്തുൽ മുബശ്ശരീനിൽപ്പെട്ട, താങ്കൾ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവ് കൊണ്ട് കേൾക്കുവാൻ, സ്വന്തം നേരിട്ട് നബിയിൽ നിന്നും കേൾക്കുവാൻ മഹത്തായ തൗഫീഖ് ലഭിച്ച 10 സ്വഹാബികളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എന്നിട്ടും അദ്ദേഹം മുട്ടിലിഴഞ്ഞാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയാൻ കാരണം അത്രമാത്രം സമ്പന്നത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സമ്പന്നതയ്ക്കെല്ലാം മറുപടി പറഞ്ഞിട്ടാണ് സ്വർഗത്തിൽ പോകേണ്ടി വരിക എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. അപ്പോൾ അത്രയും സമ്പന്നനായി പിന്നീട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വളരുന്ന സംഭവമാണ്. സ്വഹാബാക്കൾക്കിടയിൽ ഒരു പറച്ചിലുണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കല്ല് കച്ചവടം ചെയ്താലും അദ്ദേഹത്തിന് അതിൽ ബറക്കത്തുണ്ടാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ഫീ തിജാറതി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവടത്തിൽ, അദ്ദേഹത്തിന്റെ വ്യാപാരത്തിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹത്തായ ഉദാഹരണമാണ്. ഏതു രീതിയിലാണ് തന്റെ സഹോദരനെ, സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ പിറന്നിട്ടല്ലാത്ത ഒരു സഹോദരനായിട്ട് കൂടിയാണ്, ഇസ്ലാമിന്റെ ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യമാണ് നമ്മൾ കണ്ടത്. സമ്പത്ത് പകുതിയാക്കി പകുതി നിനക്ക് നൽകാം, എന്റെ ഭാര്യമാരിൽ ഒരാളെ നിനക്ക് വേണ്ടി ഞാൻ ത്വലാഖ് ചെയ്യാം എന്ന് പറയാൻ ഹൃദയവിശാലത കാണിച്ച അൻസാറുകൾ, അത് വളരെ മാന്യമായി തന്നെ അതിനെ എതിരിട്ട മുഹാജിറുകൾ.
ഈ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സാഹോദര്യമാകണം മുഅ്മിനുകൾക്കിടയിലുള്ള അവർക്കുള്ള മാതൃക, നമുക്കുള്ള മാതൃക അവർക്കിടയിലുള്ള സാഹോദര്യമാണ്. ആ രീതിയിലുള്ള സാഹോദര്യമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാം എല്ലാ നിലക്കും പരസ്പരം സത്യവിശ്വാസികൾ സഹോദരന്മാരായി തീരുവാൻ അനുശാസിക്കുന്നു. പരസ്പരം എല്ലാ നിലക്കും പിന്തുണയ്ക്കുവാനും ഈമാനിന്റെയും ഇൽമിന്റെയും ദീനിന്റെയും വിഷയത്തിൽ എല്ലാ നിലക്കും പരസ്പരം താങ്ങാകുവാനും തണലാകുവാനും എല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നു. ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക, അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുവാൻ പരമാവധി പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.